അങ്ങനെ ഞങ്ങൾ എത്തിയത് കുട്ടികളെയും കൊണ്ട് ചെറിയൊരു ഔട്ടിംഗ് എന്നുള്ള നിലക്ക് ഹൈലൈറ്റിലേക്കാണ് കേട്ടോ പോകുന്നത്. അവിടുന്ന് അപ്പം NH ആയതുകൊണ്ടും മഴ ആയതുകൊണ്ട് അത്ര വാഹനമില്ലാത്തതുകൊണ്ടും പെട്ടെന്ന് പോകുന്നു ഇവിടെ എത്താൻ പറ്റി. അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ, അത്രയും സ്പീഡിലൊന്നും നമുക്ക് വരാൻ പറ്റില്ല. എന്തായാലും സൂക്ഷിച്ച് തന്നെ ഡ്രൈവ് ചെയ്യണം. എന്തായാലും ഞങ്ങൾ ഹൈലൈറ്റിലെത്തിയിട്ട് അപ്പോൾ കുട്ടികളെയും കൊണ്ട് ഈ മഴയത്ത് എപ്പോഴും ചില്ല് ചെയ്യാൻ പറ്റിയൊരു സ്ഥലം എന്ന് പറയുന്നത് ഹൈലൈറ്റ് തന്നെ കേട്ടോ. കുട്ടികൾക്ക് പരക്കം പായുകയും ചെയ്യാം, അവർക്ക് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ മേടിച്ചു കൊടുക്കാം, അവരെ ഇഷ്ടം പോലെ നമുക്ക് വിടാം ടെൻഷനില്ലാതെ. മറ്റേ പുറത്തൊന്നും പോയിട്ട് ഈ മഴയത്തൊക്കെ പാർക്കിലോ ബീച്ചിലൊക്കെ പോകുമ്പോൾ അതൊക്കെ വലിയ റിസ്ക്കാണ്, പ്രത്യേകിച്ച് ചെറിയ കുട്ടികളെ കൊണ്ട്. ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ അടങ്ങി നിൽക്കുകയില്ല, പരക്കം പായുക ചെയ്യുക. അങ്ങനെ പിന്നെ ഇവരെ മൂത്രമൊഴിപ്പിക്കാനാണെങ്കിലും വേറെ എന്തെങ്കിലും പല കാര്യങ്ങൾക്കും നമുക്ക് ഏറ്റവും നല്ലത് ഇങ്ങനത്തെ മോൾ തന്നെയാണ് കേട്ടോ എനിക്ക് തോന്നിയത്. അങ്ങനെ ഞങ്ങൾ അവിടെ കയറി കുറച്ച് നേരം ഇതേപോലെ ഗെയിംസും കാര്യങ്ങളൊക്കെ നോക്കി, അമീബയും അതേപോലെ അങ്ങനെ താഴെ വേറെ ഗെയിം സെൻറ്ററും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഇങ്ങനെ കുറച്ച് നേരം കളിച്ച് പിന്നെ എന്താ പറയുക ഐസ്ക്രീമാണ് വരെ മെയിൻ. പറഞ്ഞതനുസരിക്കുക തീരെ അനുസരിക്കില്ല, പരക്കം പാച്ചിലാണ്. അപ്പം ഐസ്ക്രീം മേടിച്ചെന്നാൽ നല്ലപോലെ നിൽക്കുമെന്നൊക്കെ ചോദിച്ചിട്ട് എന്തായാലും ഐസ്ക്രീം മേടിക്കാൻ പോയത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഫ്ലേവറും കാര്യങ്ങളൊക്കെ നോക്കുകയാണ്. അപ്പോൾ അവർക്ക് രണ്ടാൾക്കും ചോക്ലേറ്റാണ് വേണ്ടത് പറഞ്ഞ് അവർ രണ്ടാളും മേടിച്ചപ്പോൾ ആമിക്കുട്ടിക്കും ചോക്ലേറ്റ് തന്നെ മതി എന്ന് പറഞ്ഞിട്ടാ. അങ്ങനെ ചോക്ലേറ്റ് എടുത്ത് ആയിഷു പറഞ്ഞ് കോട്ടൺ ക്യാൻഡി മതിയെന്ന്. അപ്പം ആയിഷുവിൻ്റെ കോട്ടൺ ക്യാൻഡി പറയുമ്പോൾ ബ്ലൂ കളർ നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പോൾ അത് കണ്ടപ്പോൾ അവൾക്ക് കോട്ടൺ ക്യാൻഡി വേണം. പിന്നെ വാങ്ങിയ ചോക്ലേറ്റ് വെറുതെ ഒഴിവാക്കാൻ പറ്റില്ലല്ലോ വെച്ചാൽ അത് ആയിഷുവിന് കൊടുത്തിട്ട് ഇവൾക്ക് കോട്ടൺ ക്യാൻഡി, പിന്നെ നമ്മളെ ചക്കരക്കുട്ടൻക്ക് സ്ട്രോബെറി ആയിട്ടോ മേടിച്ചിട്ടുണ്ട്. അതിനത് തണുപ്പാണെങ്കിൽ ആൾ അങ്ങനെ തിന്നൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഉമ്മാക്ക് മാംഗോ ഐസ്ക്രീം വാങ്ങി. പിന്നെ ഞാനും അനീഷയും ഐസ്ക്രീം തിന്നിട്ടില്ല, കാരണം ഇവരെ തന്നെ ഫുള്ളൊന്നും തിന്നില്ല, ചെറിയ കുട്ടികളൊന്നും എന്തായാലും മുഴുവൻ തിന്നില്ല. പക്ഷെ ഇവിടുത്തെ ഈ ഐസ്ക്രീം നല്ല രസമാണ് കേട്ടോ. 80 രൂപയാണ് ഒരു ഫ്ലേവറിന്, പക്ഷെ നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ എനിക്ക് ഈ ടൈപ്പ് ഐസ്ക്രീമാണ് കേട്ടോ ഇഷ്ടം. ഈ വേഫർ താഴെ വരുന്ന ടൈപ്പ് ഐസ്ക്രീമാണ് കുറച്ചുകൂടി ഇഷ്ടം. നമ്മളെ ഈ കപ്പ് ഐസ്ക്രീമിനേക്കാളും മറ്റെന്ത് ഐസ്ക്രീമിനേക്കാളും എനിക്കിഷ്ടം ഇതാണ്. ഈ ഒരു വേഫർ നമ്മൾ പഴയ കാലത്തും നമ്മളെ വീടിൻ്റെ മുന്നിൽ കൂടെ ഒക്കെ ഇങ്ങനെ കൊണ്ടുപോയിന്. ഇത് അത് പറയുമ്പോൾ ഇത്രക്ക് ക്വാളിറ്റി ഇല്ല, എന്നാലും ഈ ഒരു ടൈപ്പാണല്ലോ അതുണ്ടാവല്. എനിക്ക് അത് ഈ ഐസ്ക്രീം കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആ ഒരു നൊസ്റ്റാൾജിയ ഫീലൊക്കെ ഉള്ളതുകൊണ്ടാണെന്നറിയില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടം. ആ ഐസ്ക്രീം ഫുള്ള് തിന്നു കേട്ടോ. പിന്നെ നേരെ താഴെ ഞങ്ങൾ പോയിട്ട് ആ ഗെയിം സെൻറ്ററിൽ പോയിട്ട് കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തിട്ട് അവർക്ക് ഇഷ്ടമുള്ള പോലെയൊക്കെ കുറച്ച് നേരം അവിടെ നടന്ന് എന്തൊക്കെയോ അവനക്ക് അതൊക്കെ കിട്ടണം, അതിൻ്റെ ഉള്ളിലുള്ളതൊക്കെ അതിനൊക്കെ എന്തൊക്കെയോ പിടിച്ച് നിൽക്കണം വലിക്കണമൊക്കെ ഉണ്ട് കേട്ടോ. ഒരിഷ്ടം പോലെ നടക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് നേരം അവരങ്ങനെ അയച്ചു വിട്ട് ഞങ്ങളെ കൺട്രോളിൽ തന്നെയാണ്. അപ്പോൾ അവിടെ ഹോഴ്സ് റൈഡിങ് ഒക്കെ ഉണ്ട്. അപ്പോൾ ആ കുതിരേനൊക്കെ കണ്ടിട്ട് ഈ ടെഡീനൊക്കെ എത്ര വലുപ്പത കണ്ടിട്ടോ അവനക്ക് ഭയങ്കര അത്ഭുതവും ചെറിയൊരു പേടിയൊക്കെ ഉണ്ട്. അടുത്തേക്ക് പോകാൻ ചെറിയൊരു പേടിയുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാവരും അടിച്ചു പൊളിച്ച് കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്ത് പിന്നെ ഫുഡൊക്കെ ഉച്ചക്ക് നന്നായിട്ട് കഴിച്ച് ഇവിടുന്ന് കല്യാണ വീട്ടിൽ നിന്ന് അവർക്കൊക്കെ നന്നായിട്ട് കൊടുത്തിട്ടുണ്ടേനി. അപ്പോൾ അതൊക്കെ കഴിച്ച് വന്നുകൊണ്ട് പിന്നെ വേറെ ഫുഡിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടായിട്ടില്ല. പിന്നെ അധികം ലേറ്റായിട്ട് അവിടുന്ന് ഇറങ്ങാനും പറ്റില്ല, മഴക്കാലമായതുകൊണ്ടും സൺഡേ ആയതുകൊണ്ടും റോഡ് നല്ല റഷാവും. പിന്നെ മഴ ആയതുകൊണ്ട് എങ്ങനെയെന്ന് പറയാൻ പറ്റില്ല, അങ്ങനെ ചെറിയ അലേർട്ടും കാര്യങ്ങളൊക്കെ നോട്ടിഫിക്കേഷൻ നമുക്കിങ്ങനെ മെസ്സേജും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അടുത്ത 24 മണിക്കൂറിൻ്റെ ഉള്ളിൽ ശക്തമായ മഴയും കാറ്റും ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്ത് അങ്ങനെ റിസ്ക് എടുക്കാൻ, മക്കളൊക്കെ ഉള്ളതല്ല, അങ്ങനെ റിസ്ക് എടുക്കാൻ പറ്റില്ല എന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് തന്നെ ഞങ്ങൾ ഇറങ്ങി. ഒരു 4 മണിയൊക്കെ ആകുമ്പോൾ അവിടുന്ന് ഇറങ്ങി. ഇത്രയും പെട്ടെന്ന് ഒരു 5 മണി ഒക്കെ ആകുമ്പോൾ തന്നെ വീട്ടിലെത്താമെന്നുള്ള പ്ലാനിൽ. കാരണം റോഡിലെ ബ്ലോക്കും കാര്യങ്ങളൊക്കെ കണ്ടിട്ടാട്ടോ. അപ്പോൾ പാർക്കിങ്ങൊന്നും അവിടെ ഇല്ല. ഇനി ഞങ്ങൾ ബിസിനസ് പാർക്കിലാണ് പാർക്ക് ചെയ്തിട്ടുണ്ടായിന്. ഇത് അവിടെ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ റോഡ് നിറയെ വാഹനം, എങ്ങനെ പോകുന്നറിയില്ല. ഹൈലൈറ്റിൻ്റെ സൈഡ് കംപ്ലീറ്റ് റഷ് ചെയ്തിട്ട് എങ്ങനെയായാലും ഞങ്ങൾ എന്തായാലും നേരെ വീട്ടിലെത്തി.